എനിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല. ആനന്ദ്, നീ എന്തൊക്കെയാ പറയുന്നത്? നിനക്ക് എന്നോട് ലവോ? നീ ചിരിക്കണ്ട, സാറ് പറയുന്നത് സത്യ. എടാ, നീ എന്തൊക്കെയാ പറയുന്നത്? നിനക്ക് എന്ത് പറ്റി? ഈ സിറ്റുവേഷനിൽ സ്ഥിരം പെണ്ണുങ്ങൾക്ക് പറയാനുള്ള ഡയലോഗാ. എന്നാലും നീ പറഞ്ഞോ, ഞാൻ കേൾക്കാം. എടാ ആനന്ദേ, ഞാൻ നിന്റെ ഒരു ഫ്രണ്ട് അല്ലേ? വേണ്ട വേണ്ട, ബാക്കി ഞാൻ പറയാം. നിനക്ക് എന്നെക്കാട്ടും നല്ല പെൺകുട്ടീനെ കിട്ടും, നീ വലിയ നടനാവേണ്ടതല്ലേ, ഇതൊക്കെയല്ലേ പറയാൻ പോന്നെ. എന്നാ ഞാൻ ഒരു കാര്യം പറയാം. എനിക്കിഷ്ടം നല്ല ബോൾഡായിട്ടുള്ള, നല്ല ക്യൂട്ടായിട്ടുള്ള, 2 നേരം ജിമ്മിൽ പോകുന്ന, സിറ്റിയിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി. പറ, ഇതിലും നല്ലൊരു പെൺകുട്ടീനെ ഒരു നടന് കിട്ടുമോ? നീ ആള് കൊള്ളാലോടാ. ഏതായാലും എനിക്കിപ്പോ നിന്നോട് പ്രണയമൊന്നുമില്ല. തൽക്കാലം ഇങ്ങനെ പോട്ടെ. ഏതെങ്കിലും സുപ്രഭാതത്തിൽ എനിക്ക് അങ്ങനെ നിന്നോട് തോന്നുകയാണ്, ഞാൻ എന്നോട് വന്ന് പറഞ്ഞോളാം. ഹാ, അല്ലെങ്കിൽ വേണ്ട, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. ചിലപ്പോ എന്റെ ജീവിതത്തിലേക്ക് നല്ലൊരു കുട്ടി വന്നാലോ. ഓഹോ, അപ്പൊ കൗണ്ടർ അടിച്ചാണല്ലേ? ഞാനൊന്ന് നിന്നെ പതുക്കെ ഇഷ്ടപ്പെട്ടാലോന്ന് വിചാരിക്കുമ്പോഴാണ് നിന്റെ ഒരു ഡയലോഗ്. ശരി, ഇനി ഞാനൊന്ന് ചിന്തിക്കട്ടെ. അയ്യോ, അത് പിന്നെ പഴയതുപോലെ നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ നടക്കട്ടെ. ഓക്കെ? അത്ര ഓക്കെ ഒന്നും അല്ല, എന്നാലും ഓക്കെ. ആനന്ദേ, മണ്ടത്തരം ചിന്തിക്കുന്ന ഒരു ബുദ്ധിയും അനവസരത്തിൽ കൗണ്ടർ അടിക്കുന്ന ഒരു നാക്കും മാത്രമാണ് നിന്റെ സമ്പാദ്യം. സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ പലതും നിനക്ക് നഷ്ടപ്പെടും. എന്റെ ഗുരുവായൂരപ്പാ. വേണ്ട, നിന്നെയൊക്കെ ഒരു നല്ല ഫ്രണ്ടായിട്ട് കണ്ടതാ എന്റെ തെറ്റ്. എടാ നീരജ്. അതെ, നീരജ് തന്നെ എന്റെ പേര്. ത്യാഗിയായ നീരജ്. ഫ്രണ്ട്സിന് വേണ്ടി എന്തും ചെയ്യുന്ന നീരജ്. ഇത്ര നാളത്തെ നമ്മുടെ സൗഹൃദത്തിനിടയിൽ എന്തെങ്കിലും ഒരു തെറ്റായ നോട്ടം എന്റെ ഭാഗത്തുനിന്നുണ്ടായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടോ? പറയടാ, പറ. നീ എന്തൊക്കെയാടാ പറയുന്നേ? കരഞ്ഞു കരഞ്ഞിട്ട് ഉള്ള വളി കൂടി പോയാ? സോറി, ഫീലിങ്സ് എക്സ്പ്രസ് ആയപ്പോ പണ്ട് കോളേജിൽ ഗേൾസിനോട് പറഞ്ഞ ഡയലോഗ് ഓവർലാപ്പ് ആയതാ. സത്യത്തിൽ ഞാൻ എന്റെ പൊണ്ണനെ തെറ്റിദ്ധരിച്ചു പോയി. പോട്ടെ. അല്ല, എന്താ നിന്റെ പ്രശ്നം? ഓഹോ, അപ്പൊ ഇത്ര നേരം ഞാൻ പൊട്ടന്റെ മുമ്പിൽ ബ്യൂഗിളുതായിരുന്നോ? ഇനിയും മനസ്സിലാക്കില്ല, മനസ്സിലാക്കണ്ട. അവള് പോയപ്പോഴോ പറഞ്ഞില്ല, വന്നപ്പോഴും പറഞ്ഞില്ല. ഇന്ന് 2-1 അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. എവിടെ അവളെവിടെ? ഏതവള്? പാറു, എന്റെ പാറു. ഡാ, പറയുന്നതൊക്കെ കുഴപ്പമാക്കരുത്. അടങ്ങ്. ഇല്ല. ഡാ, അടങ്ങാൻ. ഇല്ലടാ, എനിക്ക് എന്റെ പാറുവിന് ഇന്ന് കാണണം. എവിടെ എന്റെ പാറു? ഹായ് നീരജ്. ഹായ് പാറു, ഈ ഡ്രസ് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. താങ്ക് യു. എടാ നീരജ്, ഒരു അത്യാവശ്യം കാര്യമുണ്ട്, ഒന്ന് വന്നേ. ആ ഒരു അത്യാവശ്യ കാര്യം 10 മിനിറ്റ് മാറ്റി വെക്ക്. ഇപ്പൊ പറ്റില്ല, പ്ലീസ്. എടാ നീരജ്. എന്താടാ? അല്ല, ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു, അത് നിന്നോട് ഇന്ന് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പാ, അതുകൊണ്ടാ. എടാ ടോണി, ഛേ, നീ ഇത്ര പാനിക് ആവുന്ന എന്തിനാ? പാറുവിനോട് ഞാൻ പറഞ്ഞോളാം. അപ്പൊ നീ എല്ലാം കുളമാക്കിയിട്ടേ പോവുള്ളല്ലേ? ഇല്ല, ഇന്ന് 2-ൽ ഏതെങ്കിലും ഒന്നറിയും, അതുറപ്പാ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, ഇനി പറയാൻ പോകുന്ന അങ്ങോട്ട് മനസ്സിലാക്കിയാൽ മതി. പോയി. ഇത്രയും നാളും ഞാൻ എന്റെ ലൈഫ് പാർട്ട്ണർക്ക് വെച്ചിരുന്ന സ്നേഹം ഒട്ടും പുതുമ നഷ്ടപ്പെടാതെ എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ നിനക്ക് തരട്ടെ പാറു, തരട്ടെടാ. പാറു, പറ, തരട്ടെ. കൈ കയറി പിടിക്കുന്നടാ റാസ്കൽ. എടാ, അയ്യോ മമ്മി, അളിയാ പോട്ടടാ. വേണമെന്നില്ല, വല്ല ആവശ്യം ഉണ്ടായിരുന്നടാ. ഇത്തിരി ആവേശം കൂടിപ്പോയി, ഒന്നും ഓർമ്മയില്ല, തലയ്ക്കൊക്കെ ഒരു പെരുപ്പ്. ഇതിവളുടെ ഇപ്പൊ സ്ഥിരം പരിപാടിയാ. നല്ല ക്ഷീണം, ഞാൻ പോയൊന്ന് കിടക്കട്ടെ. പോയി റെസ്റ്റ് എടുക്ക. അമ്മേ. 3 രാജാക്കന്മാർക്ക് ഒരു പാറു. ആനന്ദ്, സാജൻ, പൊണ്ണൻ. 3 ജീവനും അപകടത്തിലാണ്. ടോണി, ഒന്നിങ്ങ് വന്നേ. ദൈവമേ, ഞാനാണ് ഇതിന്റെയൊക്കെ പിന്നിൽ നമ്മൾ അറിഞ്ഞാണോ? എങ്ങനെയാ ഒന്ന് രക്ഷപ്പെടുക? എസ്കേപ്പ്.